ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ റൂട്ടിലാണ്. എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും വെറും 4 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. നല്ലൊരു വീടാണ്. നല്ല ലാൻഡ് അളവിലും സ്ക്വയർ ഫീറ്റിലും 4-5 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന ഒരു വീട്. വളരെ ഡീസന്റ് ആയ റേറ്റിലുമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 6 സെന്റ് സ്ഥലത്ത് 2350 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റിനകത്ത് ഒരു ചെറിയ ബ്ലൂ ടെക്സ്ചർ വർക്കൊക്കെ വരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഒന്ന് കണ്ടോളൂ. കാർ പാർക്കിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ. അപ്പോഴേക്ക് ഞാൻ ഓരോ സ്ഥലത്തേക്കുള്ള ദൂരം പറയാം. ഇൻഫോ പാർക്കിലേക്ക് കാക്കനാട് നമുക്കൊരു 16 കിലോമീറ്റർ ആണ് വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 17 കിലോമീറ്റർ. എയർപോർട്ടിലേക്ക് ഏറ്റവും എളുപ്പത്തിലെത്താം. വെറും 15 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. എലിവേഷൻ കണ്ടു. വീടിന്റെ മതിൽ നിങ്ങൾ കണ്ടു. ഗേറ്റ് നോക്കുവാണെങ്കിൽ 2 ഗേറ്റ് ആയിട്ടാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഗേറ്റ് തുറന്നാൽ നേരെ പാർക്കിങ്ങിലേക്ക് വരാം. അതുകൂടാതെ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് നമുക്ക് മറ്റൊരു ഗേറ്റ് കൂടി കിട്ടുന്നുണ്ട്. ആ ഗേറ്റ് വഴി നമുക്ക് വാഹനങ്ങൾ കയറ്റാം. സോ 2 ഗേറ്റ് വഴി നമുക്ക് വാഹനങ്ങൾക്ക് കയറ്റാനുള്ള സ്പേസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് മതിലും ഗേറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ചെറിയ LED ലാമ്പുകളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് 2 ഗേറ്റും 2 സൈഡിലേക്കും ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒന്നാമത്തെ ഗേറ്റ് വഴി നേരെ അകത്തേക്ക് കയറാം. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ കണ്ടു. വീതിയുള്ള റോഡാണ്. നല്ല ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. മെയിൻ റോഡ് വളരെ അടുത്താണ്. ആലുവ പെരുമ്പാവൂർ ബസ് റൂട്ടിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് നമുക്ക് ദൂരം വരുന്നത്. നമുക്കിത് നേരെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരാം. നേരെ വരുന്ന സമയത്ത് നമുക്ക് ലെങ്തി ആയിട്ട് ഒരു ഏരിയ കിട്ടുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഗേറ്റ് തുറന്നാൽ നേരെ നമ്മുടെ വാഹനം കയറ്റിയിടാനായിട്ട് കവേർഡ് ആയിട്ടുള്ള വലിയൊരു കാർപോർച്ചാണ് കോൺക്രീറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാർപോർച്ചിന്റെ റൂഫ് നോക്കിയാൽ ചെറിയ വർക്കുകൾ വരുന്നുണ്ട്. നിറയെ ചെറിയ LED ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വീടും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ നോക്കിക്കോളൂ. കാർ പാർക്ക് ചെയ്യാവുന്ന ഈ ഒരു സ്പേസ് നല്ല ഭംഗിയുള്ളൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള കാർപോർച്ചാണ്. ഒരു വലിയ വാഹനം തന്നെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വീടിന്റെ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അവിടെയും നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. പകുതിയോളം വരെ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നടന്നു പോകുന്ന വഴിയിൽ മതിലിലൊക്കെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നല്ല വിഡ്ത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വേറൊരു ടൈപ്പ് ഓഫ് ടൈലാണ് ഈ ഭാഗങ്ങളിലൊക്കെ വിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മണ്ണിട്ടിട്ടുണ്ട്. അത് ചെടികളൊക്കെ നടാനായിട്ട് ഉപയോഗിക്കാം. കിണർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വലിയൊരു കിണർ, നല്ല ആഴത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ നല്ല റെഡ് സോയിൽ ആണ്. കിണറിന്റെ അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം, ചുമന്ന മണ്ണ് കാണാൻ പറ്റുന്നുണ്ട്. ചെടികളൊക്കെ നടാനായിട്ട് ധാരാളം സ്പേസ് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ഗേറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് തന്നെ ഞാൻ ഒന്നും കൂടെ പറയാം, അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ മനസ്സിലാവുള്ളൂ. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് മെയിൻ കാർ പോർഷൻ നിങ്ങൾ കണ്ടു. അതിന്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ നമുക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ ഒരു സ്പേസ് കാണാം. ഇവിടെ നമുക്ക് 2 കാറുകൾക്ക്, ചെറിയ കാറുകളാണെങ്കിൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് 2 കാറുകൾക്ക്. ടോട്ടല് വലിയ കാറുകളാണെങ്കിൽ 4 എണ്ണത്തിനും, ചെറിയ കാറുകളാണെങ്കിൽ 5 കാറുകൾക്കും പാർക്ക് ചെയ്യാനുള്ള വലിയൊരു പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് നേരെ സിറ്റ് ഔട്ടിന്റെ ഒരു ഭാഗത്തേക്കൊക്കെ വരാം. ഇവിടെ എല്ലാം നിറയെ ചെറിയ ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. നമുക്ക് വലിയൊരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. റെഡ് കളർ ബോർഡർ കൊടുത്ത് ബ്ലാക്ക് കളർ ബോർഡർ ലൈൻ കൊടുത്തിട്ട് അതിനിടയിൽ റെഡ് കളർ ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നല്ല നീളവും വീതിയുമാണ്. 4-5 ചെയറുകൾ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള അത്രയും സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്. വെസ്റ്റ് ഭാഗത്തേക്കാണ് ദർശനം വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. അതും ഈ വിൻഡോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, തേക്കിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു മോഡലിലൊക്കെയാണ് ഡോർ വരുന്നത്. നമുക്ക് നേരെ അകത്തേക്ക് പോവാം. ഇനി നിങ്ങൾക്കറിയാം, 6 സെന്റ് സ്ഥലം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇന്നത്തെ ഒരു കാലത്ത് 6 സെന്റ് സ്ഥലത്ത് ഒരു വീട് നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയ റേറ്റിൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ലക്കാണ്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമാണ്
ഇതിന്റെ റേറ്റ് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പലരും കാണുന്നുണ്ട്, മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഡോറിന് അടുത്തായിട്ട് ഇവിടെ നമുക്കൊരു സിംഗിൾ വിൻഡോ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ 4 വിൻഡോസും ഉണ്ട്. പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് മൾട്ടിവുഡ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ഫ്ലോർ നോക്കിക്കോളൂ, നല്ല ഭംഗിയുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വൈറ്റിൽ തന്നെയാണ്, പക്ഷെ അത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡും കൊണ്ട് ഡിസൈൻ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടാണ്. മാത്രമല്ല വളരെ വലിയൊരു ലിവിംഗ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത്രയും വലിയ ലിവിംഗ് സ്പേസ് നമുക്ക് ഇപ്പോൾ ഉള്ള വീടുകളിൽ കാണുന്നത് വളരെ കുറവാണ്. വലിയൊരു ലിവിംഗ് സ്പേസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് ചെറിയ 3 ഓപ്പണിംഗ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രെയിം അതിന്റെ വുഡിലാണ്, അകത്തെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കിയാൽ കാണാം, റൂഫിൽ നല്ല രീതിയിൽ വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ തന്നെ നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കാണാം. ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത് TV യൂണിറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ കളർ വരുന്നുണ്ട്, വൈറ്റും ബ്ലാക്കും കോമ്പിനേഷനുകളെല്ലാം വരുന്നുണ്ട്. ചെറിയ LED ബൾബുകളൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്ന ഷെൽഫുകളും ക്ലോസ് ചെയ്യാവുന്ന ഒരുപാട് കബോർഡുകളും ഒക്കെ വരുന്നുണ്ട്. TV വെക്കാനുള്ള മെയിൻ പോർഷൻ വന്നിട്ട് വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് റിവോൾവ് ചെയ്യാവുന്ന രീതിയിലാണ്. നമുക്ക് തൊട്ടപ്പുറത്ത് ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് TV കാണണമെങ്കിൽ നേരെ നമുക്ക് ഇതിനെ തിരിച്ചാൽ മതി. ഈ ഭാഗത്തൊക്കെ ചെറിയ ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഷെൽഫ് ഫെസിലിറ്റി കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൂടെ ഒരു സിംഗിൾ വിൻഡോ കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. അതിന്റെ മുകളിൽ ചെറിയ LED ബൾബുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ അവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റൈൽസ് ഒക്കെ ചെയ്തിട്ട് ഇടയിലെല്ലാം നല്ല രീതിയിൽ ഡിസൈനുള്ള ടഫിന്റെ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ സെയിം മോഡലിലാണ്. ഒരു റെഡ് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വരുന്നത്. 10 പേരെ ഏറ്റവും ചുരുങ്ങിയിട്ട് നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കൂടി വന്നാൽ 12 പേരെയും കൂടെ നമുക്ക് ഇരുത്താം. നല്ല വലിയൊരു ഡൈനിങ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. റൗണ്ട് ടേബിളോ സ്ക്വയർ ടേബിളോ ബെഞ്ച് മോഡലോ എന്ത് വേണമെങ്കിലും ഇട്ടാൽ ഒരു 12 പേരെ ഏറ്റവും ചുരുങ്ങിയിട്ട് നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ മുകളിലേക്ക് നോക്കിയാൽ കാണാം, നല്ല ഭംഗിയുള്ള വർക്കുകളാണ്. മെയിനായിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ്. ആവശ്യത്തിന് മാത്രമുള്ള ചെറിയ LED ബൾബുകളും ഔട്ടർ പോർഷനിലൊക്കെ വലിയ LED ബൾബുകളും കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള ഭാഗം നോർമലി നമുക്കറിയാം ഡബിൾ ഹൈറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. മുകളിലുള്ള വർക്കുകളൊക്കെ നമുക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് കാണാവുന്നതാണ്. ഇതൊരു 4 ബെഡ്റൂം ഹൗസ് ആണ്. നമുക്ക് രണ്ട് ബെഡ്റൂമുകൾ ഇവിടെ താഴെയാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് അതിന്റെ ആ ഒരു ഔട്ടർ ഫ്രെയിമുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അകത്ത് നോക്കിയാലും മിറർ ഒക്കെ വെച്ചിരിക്കുന്ന പോർഷനിൽ ഗ്രേ കളർ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റിലാണ് ആ സെറയുടെ ഒരു റൗണ്ട് വാഷ് ബേസിൻ ഇരിക്കുന്നത്. താഴെ ഭാഗത്തും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. നിങ്ങൾ ആ വാഷ് ബേസിന്റെ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഡോറ് കാണാം. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഈ ഫ്രെയിമുകളൊക്കെ വന്നിട്ട് ആഞ്ഞിലിയിലും ഡോറ് വന്നിട്ട് പ്ലാവിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസും ഈ ഭാഗത്ത് വേറെ 3 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിന് മാത്രം ഭംഗിയായ ചെറിയൊരു ഡിസൈനും അതിനകത്ത് LED സ്ട്രിപ്പും LED ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, വെരി ലൈറ്റ് പിങ്ക് ഷെയ്ഡും വൈറ്റും കൂടി ഒരു മിക്സ്ചറിലാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ അതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മിററും അതിന് താഴെയൊക്കെ നമുക്ക് കബോർഡുകളും കാണാൻ പറ്റുന്നുണ്ട്. തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിന്റെ ഡിസൈൻ നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്ത് വോളിലൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ആയ ടൈലാണ്. ഫ്ലോറിൽ വന്നിട്ട് നല്ല ഗ്രിപ്പോട് കൂടിയ ഗ്രേ ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ വരുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ ഉണ്ടായിരുന്നത്. ആ ഭാഗത്താണ് ഡൈനിങ് ഹാൾ വരുന്നത്. ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഞാനിപ്പോൾ നിൽക്കുമ്പോൾ എന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കിച്ചന്റെ ഡോർ വരുന്നുണ്ട്. എന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നമുക്ക് ബെഡ്റൂം ആദ്യം നോക്കാം. നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ സെയിം സൈസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. 12 ഫീറ്റ് ആണ്. രണ്ട് ഭാഗത്തായിട്ട് 3 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനിൽ മൾട്ടിവുഡിൽ PVC ലാമിനേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കിയാൽ കാണാം, നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഡോറ് സെയിം പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിനകത്തെ ടൈല് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഒരു ബ്രൗൺ കളർ കോമ്പിനേഷനിൽ ഗ്ലോസി ടൈലാണ് വോളിൽ വരുന്നത്. ഈ ബാത്റൂമും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ എല്ലായിടത്തും തന്നെ സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെയുള്ള 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് ഇവിടെ 3 ഫേസ് കണക്ഷൻ ആണ് ആക്ച്വലി വരുന്നത്. വയറിംഗ് ഒക്കെ വി ഗാർഡിന്റെയും സ്വിച്ചസ് ഒക്കെ GM-ന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു ഡോർ വരുന്നുണ്ട്. അത് കിച്ചണിലേക്കുള്ള ഡോറാണ്. കിച്ചണിന്റെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഇതുപോലൊരു ഡോർ കിട്ടുന്നുണ്ട്. ഞാൻ ഇതിലൂടെ കയറിയിട്ട് നമുക്ക് അതിലൂടെ കാണാം. കിച്ചണിന്റെ ഈ ഒരു ഡോറിലൂടെയാണ് ഞാനിപ്പോൾ അകത്തേക്ക് കടന്നു വന്നത്. ഇത് ഓപ്പൺ കിച്ചൺ ആണോ എന്ന് ചോദിച്ചാൽ അതെ, ക്ലോസ്ഡ് കിച്ചൺ ആണോ എന്ന് ചോദിച്ചാൽ അതെ. രണ്ട് സൗകര്യങ്ങൾ നമുക്ക് ഒരേപോലെ ഇവിടെ കിട്ടുന്നുണ്ട്. ഓപ്പൺ സ്പേസ് ഈ കാണുന്നതാണ്. ഇതിന്റെ സൈഡുകളെല്ലാം നോക്കിയാൽ മൾട്ടിവുഡിലാണ്. ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ വൈറ്റ് കളർ ഗ്രാനൈറ്റ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ നമുക്ക് നോക്കുവാണെങ്കിൽ നല്ല സൗകര്യത്തിലൊരു വലിയ കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത്. 5-6 പേർക്ക് അതിലും കൂടുതൽ ആളുകൾക്ക് നിൽക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രിഡ്ജ് ഒക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ ആ ഒരു സൗകര്യത്തിനൊന്നും യാതൊരു തരത്തിലും എഫക്ട് ചെയ്യാത്ത രീതിയിൽ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. സറൗണ്ടിങ് ഏരിയാസ് കിച്ചണിന്റെ വോള് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കോളൂ. ഫുൾ ആയിട്ട് തന്നെ അതിനകത്ത് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. നല്ലൊരു ഭംഗിയുള്ള ഷെയ്ഡാണ്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡും വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. കബോർഡുകളൊക്കെ നോക്കിയാലും വൈറ്റ് ആൻഡ് ആ ഒരു ലൈറ്റ് ബ്ലൂ കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ലാമിനേഷൻ ചെയ്തിട്ടാണ് കബോർഡുകൾ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്ലാബ് ഫെസിലിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2 സിംഗിൾ വിൻഡോസ് വെച്ചിട്ട് 2 ഭാഗത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ എല്ലാ എഡ്ജുകളിലും കാണാം വലിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കിച്ചൺ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. ഫസ്റ്റ് കിച്ചൺ പോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കബോർഡ് ഫെസിലിറ്റികളൊക്കെ ഇവിടെയും കിട്ടുന്നുണ്ട്. ഒരുപാട് ക്യാബിനറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. താഴെയൊക്കെ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിന്റെ ഈ ഒരു സറൗണ്ടിങ് ഏരിയാസ് നോക്കിയാലും സെയിം ആ ഒരു ബ്ലൂ കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും കാണാൻ പറ്റുന്നുണ്ട്. 3 വിൻഡോസ് അവിടെ കൊടുത്തിട്ടുണ്ട്. എയർ ഫാനും എയർ ഹോൾസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സ്റ്റോറേജ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടാൻ ഈ ഭാഗത്തുകൂടി അവർ ഒരു വിൻഡോ വെച്ചിട്ട് ഡബിൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു അയണിന്റെ ആ ഒരു ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഡോർ തുറന്നാൽ നേരെ പുറത്തേക്കാണ് ഇറങ്ങുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടതാണ്. അവിടെ എല്ലാം ഓപ്പൺ ആയിട്ട് വേക്കൻറ്റ് സ്പേസ് ആണ് കിട്ടുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വന്നിരിക്കുന്നത്. താഴെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം. നിങ്ങൾക്ക് ആ ഒരു സിക്സാക് മോഡലിൽ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും 2 വിൻഡോസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഓപ്പണിങ്സ് ആണ് ഇവിടെ കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു വലിയ ഹാളാണ് ഇവിടെ കിട്ടുന്നത്. നീണ്ടു നിവർന്ന ഒരു വലിയ ഏരിയ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഹാളിന്റെ മുകളിൽ നോക്കിയാൽ കാണാം വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് നമുക്ക് റൂഫിൽ കിട്ടുന്നത്. ഓരോ കാണുന്ന പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് വലിയ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ഇടാനായിട്ട് അതിന്റെ വയർ കേബിൾ കണക്ഷനുകളെല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇടുകയോ അല്ലെങ്കിൽ ഓണറുമായിട്ട് സംസാരിച്ച് ചെയ്യുകയോ ചെയ്യാം. അവിടെയൊക്കെ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഈ ഒരു വോള് കാണാനായിട്ട്. ഞാനിപ്പോ കയറി വന്നത് ഇവിടെ നിന്നാണ്. ക്യാമറ നിൽക്കുന്ന വീഡിയോ നിൽക്കുന്നത് ലെങ്ത് നിങ്ങൾക്ക് കാണാം. വളരെ വലിയൊരു ഏരിയ തന്നെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ ഭാഗത്താണ് അപ്പർ ലിവിംഗ് വരുന്നത്. ഇവിടെ ആയിട്ടൊരു ചെറിയ ഹാളും കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ വരുന്ന സമയത്ത് ഇവിടെ ആയിട്ട് നമുക്കൊരു ഡോർ ഉണ്ട്. അത് യൂട്ടിലിറ്റിയിലേക്കുള്ള എൻട്രൻസ് ആണ്. യൂട്ടിലിറ്റി നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. വളരെ വലിയൊരു ഏരിയ തന്നെയാണ് യൂട്ടിലിറ്റിക്കായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിൽ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗം കവർ ചെയ്തിട്ടില്ല. ബിൽഡറുമായിട്ട് സംസാരിച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ വന്നിട്ട് ടെറസ് നമുക്ക് പ്ലെയിൻ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇതായിരുന്നു നമ്മൾ കണ്ട യൂട്ടിലിറ്റി ഏരിയ. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളെല്ലാം ഞാൻ പറഞ്ഞ പ്ലാവിൽ തന്നെ സെയിം ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ സൗകര്യത്തോടു കൂടിയാണ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തും ഇവിടെയായിട്ട് 3 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന കോൺക്രീറ്റ് പോർഷനുകളെല്ലാം തന്നെ ടൈൽ ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള വളരെ കുറച്ച് LED ബൾബുകൾ മാത്രമാണ് LED സ്ട്രിപ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല രീതിയിൽ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിളും കൂടി അതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഡോറിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ആ രീതിയിലാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിലുള്ള കോമ്പിനേഷനുകളാണ് ടൈലുകൾ വോളിലും ഫ്ലോറിലും കൊടുത്തിരിക്കുന്നത്. കണ്ട 3 ബാത്റൂമുകൾ നല്ല സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂം കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് കാണാൻ പോകുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടതാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ ആയിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്.
നമ്മൾ കണ്ട ബെഡ്റൂമുകളിൽ വെച്ച് കുറച്ച് സൈസ് കൂടിയ ബെഡ്റൂമാണ്. 13-12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ആയിട്ടാണ് 3 വിൻഡോസ് നമുക്ക് കിട്ടുന്നത്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയ വർക്കുകളും ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് സെപ്പറേറ്റ് ഒരു ഏരിയയിലേക്ക് നീക്കിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിന് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള ലൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് മിററും ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റിയും കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമുക്ക് അതുകൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഒരു ഓഫ് വൈറ്റ് ആൻഡ് ഒരു ബ്രൗൺ കളർ കോമ്പിനേഷനാണ് ടൈലുകൾക്കൊക്കെ വരുന്നത്. 4ാമത്തെ ബാത്റൂമിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. 4 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. വീണ്ടും നമ്മൾ ഇവിടുത്തെ ഹാളിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് വളരെ വലിയൊരു ഏരിയ തന്നെ കിട്ടുന്നുണ്ട്. അപ്പർ ലിവിംഗ് സ്പേസ് ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. വോളുകൾ എല്ലാ സൈഡിലും കിട്ടുന്നുണ്ട്. എവിടെ വേണമെങ്കിലും TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നേരെ വരുമ്പോൾ 4 വിൻഡോസ് അവിടെ കാണാം. അതിനടുത്തായിട്ട് ആ ഒരു ഡോർ ഉണ്ട്. അത് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. അവിടെയായിട്ട് 2 സിംഗിൾ വിൻഡോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് എയർ സർക്കുലേഷൻ കിട്ടാനായിട്ട് ഒരുപാട് വിൻഡോസ് ഇവിടെ വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ റൈറ്റ് സൈഡിൽ നോക്കിയാലും കാണാം. അവിടെയും നമുക്ക് 3 ഓപ്പണിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഇട്ട് കവർ ചെയ്യാവുന്നതാണ്. റൂഫിലെ വർക്കുകൾ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. സ്റ്റാർട്ടിങ്ങിനെ മുതൽ ഞാൻ പറഞ്ഞതാണ്. നിറയെ വർക്കുകളൊക്കെ ആവശ്യത്തിന് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഈ ഒരു ഡോർ ഉണ്ട്. ഇത് തുറന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് ബാൽക്കണിക്കായിട്ട് കിട്ടുന്നത്. റൂഫിന്റെ ഒരു പോർഷൻ കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ഏരിയ നമുക്ക് ഓപ്പൺ ആയിട്ടും കിടക്കുന്നുണ്ട്. 2 ടൈപ്പ് ഓഫ് ടൈലുകളാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കവർ ചെയ്തിരിക്കുന്ന ഏരിയകളൊക്കെ നോക്കുവാണെങ്കിൽ ഇടയ്ക്ക് കോൺക്രീറ്റ് വരുന്നുണ്ട്. ബാക്കിയുള്ള ഏരിയകളിൽ ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് GA പൈപ്പിന്റെ ഫ്രെയിമുകളാണ് അതിലൂടെ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ നല്ല സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇരിക്കണമെങ്കിലുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് റൂഫ് കവർ ചെയ്തിട്ടുമുണ്ട്. കുറച്ച് വെയിലിന്റെ ആവശ്യത്തിന് വേണമെങ്കിൽ അവിടെ ഓപ്പൺ ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു റൗണ്ട് ഡിസൈനിലുള്ള ആ ഒരു ഇതാണ് വോളിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വലിയ വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ ബസ് റൂട്ടിന് അടുത്തായിട്ടാണ്. ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് നടന്നു വരാനുള്ള ദൂരം ഈ ഒരു വീട്ടിലേക്കുള്ളൂ. 200 മീറ്റർ മാത്രമേ ഉള്ളൂ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു വീട്. കൂടാതെ ഒരുപാട് വീടുകളുടെ കൺസ്ട്രക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്ക് വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ലാൻഡ് അളവാണ്. 6 സെന്റ് ലാൻഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 6 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. 2350 സ്ക്വയർ ഫീറ്റ് നമുക്ക് വരുന്നുണ്ട്. 2350 സ്ക്വയർ ഫീറ്റില് 4 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ് ബാത്റൂമുകൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെറിയ കാറുകളാണെങ്കിൽ 5 കാറുകൾ വരെയും വലിയ കാറുകളാണെങ്കിൽ 4 എണ്ണം വരെയും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. വീടിന് ചുറ്റിനും നടന്ന് നിങ്ങൾ കണ്ടതാണ്. നല്ലൊരു സ്പേസ് തന്നെയാണ് നമുക്ക് വീടിന് ചുറ്റിനും കിട്ടുന്നത്. ചെടിച്ചട്ടികൾ വെക്കാനും ചെടികളൊക്കെ നടാനൊക്കെ ആയിട്ട് ഒരുപാട് സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വയറിങ്, കേബിള് കാര്യങ്ങളെല്ലാം തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയ കമ്പനിയുടെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റോഡിന് വളരെ അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും വലിയ ലാൻഡ് അളവിൽ 6 സെന്റിൽ ഇത്രയും വലിയ സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്ന വീടിന് ഓർഡർ ചോദിക്കുന്ന പ്രൈസ് 95 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം അത് ഒട്ടും കൂടുതലല്ല എന്നുള്ളത്. 95 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളെയും ഓണറേയും കൂടെ ഡയറക്റ്റ് ഇരുത്തി നല്ല രീതിയിൽ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചു തരാനായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. ഈ വീട് നിങ്ങൾക്ക് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെങ്കിൽ ഞങ്ങളെ തന്നെ സമീപിക്കുക. അപ്പോൾ വീട് ഇഷ്ടപ്പെട്ടല്ലോ ഒട്ടും വൈകണ്ട, ഫോൺ എടുക്കുക, സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.